ആരെങ്കിലും നമ്മൾ തീറ്റ മേടിക്കുമെന്ന് ചോദിച്ചോണ്ട് നിഹാല് തീറ്റയായിട്ട് വട്ടം നടക്കുവാണ് കേട്ടോ. ശരിയായിട്ടാ അമ്മച്ചി. ബാക്കി ഈ ഫാം കുറച്ചുകൂടെ കാണാനുണ്ട്. അത് മാത്രമല്ല ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിയിച്ചെടുത്ത കുറെ കോഴികളുടെ പ്രദേശം തന്നെ ഇവരുണ്ട്. അതൊക്കെ എന്തായാലും കാണണം. അപ്പൊ മച്ചമ്മാച്ച നമുക്ക് വേണ്ടത് പൈനാപ്പിൾ കുണൂറായിരുന്നു. പൈനാപ്പിൾ കുണൂർ ഇവിടെ ഇല്ല. പൈനാപ്പിൾ ആണോ സണ്ണാണോ? പൈനാപ്പിൾ ആണ് വേണ്ട. പൈനാപ്പിൾ നമ്മുടെ ഇല്ല. അപ്പൊ നമ്മുടെ റബിയും നിഹാലും അല്ലേ? നിഹാലും കൂടെ നമ്മളിവിടെ അവരുടെ സ്വന്തക്കാരുടെ കടയിൽ കൊണ്ടുപോകാട്ടോ. അവിടെ സ്ഥലം എവിടെയാടാ അത്? ഇങ്ങോട്ടോ അങ്ങോട്ടോ നീ പറയണ്ടത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കട്ടോ. അവിടെയാണ് സാധനം ഉള്ളത്. ഇവിടെ മൊത്തം കൂടിയ ഐറ്റംസ് ഉള്ളു കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു 2-3 മാസം കഴിഞ്ഞ് മേടിക്കാം. 2 മാസം ഇവനെ വഴി അറിയത്തുള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും ചാടിക്കോന്ന് അറിയത്തില്ല. ഇവനാണ് വഴി അറിയാന്ന് പറഞ്ഞ വന്നേക്കുന്നത് കേട്ടോ. അറിയാന്നൊക്കെ പറയുന്നത്. കൈ വെക്കാണിച്ചടാ. അറിയാതൊക്കെ പറയാം. നമുക്ക് അറിയത്തില്ല. കൊണ്ടുപോയി നോക്കാം. എങ്ങോട്ടാ പോകുന്നത് ഇനി? ഇങ്ങോട്ടോ? ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയാം. ലെഫ്റ്റ് റൈറ്റ് അവനറിയാം. അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിൾ കൊണൂർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് പൈനാപ്പിൾ കൊണൂറിനെ എടുക്കുന്നത് കേട്ടോ. അതൊക്കെ പോയി അടുത്ത് തന്നെയാ. 2 കിലോമീറ്ററേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇതാണ് വീട്. നമുക്ക് ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് കിടപ്പുണ്ട്. എന്തൊക്കെയോ കിടപ്പുണ്ട്. നമ്മളെ കൂട് തുറന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു പെറ്റ്സിനെയൊക്കെ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നോക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. മഴപ്പോലെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ സമയമില്ല. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും ഇപ്പൊ തുറന്നു വരുമ്പോ നോക്കാം. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കുണ്ടകത്ത് കയറാം കേട്ടോ. ഈ കുണ്ടകത്ത് പ്രാവൊക്കെ ഉണ്ട്. പ്രാവ് ഞാൻ എടുത്തായിരുന്നു. നല്ല രസമുണ്ടല്ലേ? ഭയങ്കര മുഴുപ്പാണ്. മുട്ടയാണ് കഴിഞ്ഞത്. നാടൻ പ്രാവ് മുട്ട. അത് ഇണങ്ങിയ പ്രാവാട്ടോ. നാടൻ പ്രാവ്. അപ്പൊ നമുക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന കൊണൂറിനെയാണ് നമുക്ക് കാണിക്കാൻ. പൈനാപ്പിൾ കൊണൂർ. സംസാരിക്കൊക്കെ ഇത് വലുതാകുമ്പോ നമ്മളെപ്പോഴും വേർഡ് പറഞ്ഞു കൊടുത്തല്ലോ. 1-2 വേർഡ് പറയത്തേ. ഹലോ ഇത് ഹീറ്റ് കൊടുക്കാനുള്ള സിറിഞ്ചല്ലേ കടത്തുണ്ട് മേടിക്കാൻ? ഇത് തന്നെ മതിയല്ലേ? അല്ല കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് സിറിഞ്ചൊന്നും ഇല്ല അല്ലേ? ആണല്ലേ? സിറിഞ്ച് മേടിച്ചാൽ മതി. തീറ്റയുടെ പേരെന്താ? ഇതാണ് നമ്മൾ മേടിച്ചത്. രാവിലെ എന്ന് പറയുമ്പോ 7 മണിക്ക് കൊടുക്കാലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉച്ചക്ക് പിന്നെ രാത്രി. ഒരാൾക്കൊരു സിറിഞ്ച് നിറച്ചു കൊടുക്കണം. ഒരു 12-10 ml ഒരാൾക്ക്. 10 ml സിറിഞ്ച്. ഇതിന് പറ്റിയ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റിയൊരു പേര് സജസ്റ്റ് ചെയ്യണം കേട്ടോ. 2 പേര് നമ്മള് ഉന്നാരിച്ച് വളർത്താൻ വേണ്ടി പോകണം. ഉമ്മാര് ഇവിടെ നിന്ന് മീൻ മോഷ്ടിക്കുക കേട്ടോ. അപ്പോഴേക്കും കൂട്ടി തൊള വീണു. പിന്നെ മീൻ മോഷ്ടാൻ നിർത്തി വെച്ചേക്കും കുറച്ചാളത്തേക്ക്. അറിയാം കേട്ടോ. ഓക്കെ, ഓക്കെ. അതെ, ഇവൻ കിടന്ന് മല്ല് പിടിക്കാണ്ട് ഓറ് ഉറക്കാൻ ഇവിടെ ഏതാണ്ട് താക്കോല്. അവക്ക് നമുക്കിനി ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. നിൽക്കാം, ലോക്ക് ഉറക്കട്ടെ. ഇനി തുറന്നോ അരി അങ്ങോട്ട്. അത് തന്നെ. അതല്ലേ? ഓക്കെ, അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതുപോലെ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് ഇനി നമുക്ക് കുറച്ച് പോയിട്ട് കാണാം. അതെ, ഇനി നമുക്ക് കുറച്ച് പോയിട്ട് കാണാം. ഓക്കെ, നമുക്ക് അതിനുവേണ്ടി ഒരു പെറ്റ്സ് ലൈഫ് തീറ്റ മേടിക്കണം. അതിന് വേണ്ടി നമ്മൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് മേടിച്ചേക്കുന്നത് മിനി ഹാൻഡ് ഫീഡ് കേട്ടോ. 2 മേടിച്ചിട്ടുണ്ട്.
ചേട്ടന്മാരെല്ലാം കാണാൻ വന്നിട്ടുണ്ട്. പൈനാപ്പിൾ 90. പോടേ അങ്ങനെയാവോ? ഇവിടെ നിറച്ചും കോഴികളാട്ടോ, രക്ഷയില്ല. എനിക്ക് കൂട്ടായ പ്രാവിനെ പോലെ ഇരിക്കുന്ന കോഴി, പ്രാവിനെ പോലെ ഇരിക്കുന്ന കോഴി കണ്ടോ. നിമന് കിട്ടിയ ഭാഗ്യമാണ് ഇത്. ഇവിടെ എല്ലാം കൂടെ ഇങ്ങനെ വളർത്തി നോക്കി നോക്കാൻ പറ്റും. നിനക്ക് ഭാഗ്യമായി കഴിയുന്നുണ്ടോ? അത് കഴിയുന്നില്ലേ? കണ്ടോ, വിഷയക്കാരനാണ് അവൻ. നമുക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ വലിയ നമുക്ക് നമ്മുടെ ഏവിയർ ഇങ്ങനെ ആക്കണം. ഇവിടെ നമ്മുടെ മച്ചാനുണ്ട്. അതിന് പേരെന്തൊക്കെ മറന്നുപോയി. ഇസാൻ മച്ചാനുണ്ട്. ഇവനും ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത്. പിള്ളേർക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അവർ ഇങ്ങനെ കയറി പിടിച്ച് വന്നോളും. ഫോണിലൊന്നും കിളിക്കാതിരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും തിരക്കുകളായിട്ട് വളരെ നല്ല കാര്യം ഇതൊക്കെ. നമുക്ക് ഏതായാലും അതിൽ കൂടെ ഇറങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് റബി നല്ല ചായ തരുന്നുണ്ട്. റബി വെച്ചിരുന്ന ചായയാണ്. നല്ല ചായയും മട്ടക്കിസ്ഥാനും കപ്പ വഴുകി വറുത്തതും വെച്ചിട്ടുണ്ടോ. ഞാൻ അത് കുടിക്കാം കുറച്ച് നേരം. എല്ലാം ചായ കുടിച്ചോണ്ടിരിക്കട്ടോ. ആരെങ്കിലും നമ്മൾ തീറ്റ മേടിക്കുമെന്ന് ചോദിച്ചോണ്ട് ഹാല് തീറ്റയായിട്ട് വട്ടം നടക്കുവാണ് കേട്ടോ. അതെ, അടുത്ത ആൾ തീറ്റയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും തീറ്റയായിട്ട് നടക്കും കേട്ടോ. ഇതാണ് നമ്മുടെ മച്ചാൻ. ഇവിടെ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന മച്ചാനാണ് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ ഒരു ഏരിയ ആണോ ഇതൊരു ഏരിയ. അപ്പോൾ മക്കളെ, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. സെറ്റല്ലേ? അതെ, സെറ്റാന്നാ പറയുന്നത്. നിഹാല, ഓക്കെ, അസ്സലാമു അലൈക്കും. മതി, ഒച്ചിരി തൊട്ടേ വരി. അസ്സലാമു അലൈക്കും കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, നാളെ വരാം. ഓക്കെ, നാളെ വരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ വീട് ഇനിയും കാണാം, നമ്മൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നീണ്ട നേരത്തെ നമ്മുടെ എന്തായാലും പേര് ഏവിയറി കാഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വണ്ടി കയറി യാത്ര അടുത്ത ഗിരാജുപേട്ടയ്ക്ക് നമുക്ക് പോകണം. സമയമില്ല നമുക്ക്. ഓക്കെ, അതെ, താങ്ക്സ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. തന്നെയാണ് അവൻ എടുത്തടാ. അണ്ണഞ്ചേരി കടകളാണ്. മച്ചന്മാരെ ആള് നമ്മുടെ തുടക്കം പോലെ ആണെങ്കിൽ തുടങ്ങി കേട്ടോ. അതെ, വണ്ടിയിൽ കാഴ്ചയെല്ലാം കണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു വിഷയമില്ല ആൾക്കത് കണ്ടോ. സുന്ദരനാണ്. രണ്ടും കൂടെ കയ്യിൽ വെച്ചൊരു ഫോട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ വെക്കും. നമ്മൾ രാത്രി തന്നെ വന്ന് കൂടൊക്കെ റെഡിയാക്കി കീറത്തിൽ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇടാൻ വേണ്ടി പോട്ടോ കേട്ടോ.